നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതിപ്പോ ഇന്ദ്രജയെ കല്യാണം കഴിച്ച് തന്നതിന് ശേഷം പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. പിന്നെന്തിനാളിയാ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ? സൂര്യ, എന്താ നിന്റെ ഉദ്ദേശം? ഞാനൊന്ന് പറയട്ടെ. ചേച്ചിയുടെ വിവാഹം കഴിച്ചിട്ട് കുറെ വർഷമായി. അതിനിടയിൽ പലതവണ ഓണം വന്നു, വിഷു വന്നു. പിന്നെ സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞാല് ഞങ്ങൾ ആങ്ങളമാർക്ക് ചില കടമകളൊക്കെ ഉണ്ട്, അറിയോ? അങ്ങനെ ഉണ്ടോ? ഉണ്ടളിയ. ഈ നിൽക്കുന്ന നന്ദിനിയാണ് എനിക്കത് പറഞ്ഞു തന്നത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ വിഷു അല്ലേ? ഞാൻ ഇന്നുവരെ നിങ്ങൾക്കൊരു കൈനീട്ടം തരുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഞാൻ വന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൈനീട്ടം തരാൻ. അത് ചുമ്മാ. അളിയൻ എനിക്ക് പലതും കൈനീട്ടി തന്നിട്ടുണ്ട്. അതിന്റെ വേദന മാറാൻ 2-3 ദിവസം എടുത്തിട്ടുമുണ്ട്. അതെ, അളിയൻ സത്യം പറ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അളിയൻ കണ്ടുപിടിച്ചോ? ഈ രാത്രി അതിന്റെ കണക്ക് തീക്കാനാണോ ഉദ്ദേശം? അല്ല സർ, സൂര്യ സാർ കാര്യമായിട്ട് പറഞ്ഞതാ. ദേ നോക്ക്, ഇതൊക്കെ നിങ്ങക്ക് രണ്ടുപേർക്കും ഉള്ളതാ. എന്തു പറ്റി? ഞാനൊരു കൈനീട്ടം തന്നാ അത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ തമ്മിലുള്ള പിണക്കവും വൈരാഗ്യവും ഒക്കെ അവിടെ നിന്നോട്ടെ. എന്തോ നന്ദിനി നിർബന്ധിച്ചപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയി. നന്ദിനി, അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോ കാര്യമായിട്ട് തന്നെ ആയിരുന്നു അല്ലേ? എന്താ ചേച്ചി? ഒന്നുമില്ല, സന്തോഷമുണ്ട്. അളിയന് ഹാപ്പി വിഷു. ഹാപ്പി വിഷു. താങ്ക് യു അളിയ. അളിയ, അളിയനൊന്നു പിച്ചളിയ. എന്തിന്? അല്ല, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നേ ഒന്ന് തിരിച്ചറിയാനാ. ഒന്ന് പിച്ചിക്കേ. അയ്യോ സത്യം. എന്റെ അളിയൻ കലക്കി കളഞ്ഞല്ലോ. മാഡം, സാരി ഇഷ്ടായോ? ഇഷ്ടായി. കൈനീട്ട്. കൈനീട്ട്. ഇടാം. അളിയ, ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളാ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അതെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതിന്റെ പേരിൽ മാറുകയൊന്നും വേണ്ട. ഇത് എന്റെ ഒരു സന്തോഷത്തിനായിട്ട്, പിന്നെ നന്ദിനിയുടെ ഒരു സന്തോഷത്തിനായിട്ട്.